ഹായ് സുന്ദരീസ്, അടുത്തൊരു ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ച് ആണ്. അതായത് ബേസിക്കലി നമ്മൾ തുണിയെടുത്ത് തുന്നുന്നു, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതാ ഇതേപോലെ പാൻസും അതേപോലെ തന്നെ ജാക്കറ്റും 4 മീറ്റർ തുണിയിലാണ് നമ്മൾ തുന്നിയെടുക്കണത്. അപ്പോൾ 400 രൂപ, 1 മീറ്ററിന് 100 രൂപ കേട്ടോ. 400 രൂപയ്ക്ക് നമ്മൾ ബോട്ടും അതായത് പലാസോ പാൻസും പിന്നെ ജാക്കറ്റും ആണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു സ്ട്രെയിറ്റ് പാൻസിന് വേണ്ടിയിട്ട്. നമ്മളത് എങ്ങനെ മടക്കി വെച്ചാൽ ഇതേപോലെ വേർട്ടിക്കലി ഇട്ടിട്ട് നമ്മൾ ആദ്യം ഒരു മടക്കും പിന്നീട് ഒരു മടക്കും, അതായത് 4ആയിട്ട് മടക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ നമ്മൾ ഹൊറിസോണ്ടലി ആണ് മടക്കാൻ പോകണേ. കാരണം എന്താ വെച്ചാൽ നമുക്ക് കൂടുതൽ ഫാബ്രിക് വേണം എന്നുള്ളത് കൊണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടോട്ടൽ 4 മീറ്റർ ഫാബ്രിക്കാണ്. അപ്പോൾ ഇതേപോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ പിടിച്ചിരിക്കണ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ അതുപോലെ തുണി പിടിക്കുക, അങ്ങനെ ഹൊറിസോണലി പിടിച്ചിട്ട് അതിന് നമ്മൾ ഒരു മടക്ക് മടക്കിയിട്ട് പിന്നീട് ഒരു മടക്കും കൂടി മടക്കാണ്. ഫസ്റ്റ് നമുക്ക് ജാക്കറ്റിൻ്റെ കാര്യം നോക്കാം കേട്ടോ. അതേപോലെ തന്നെ ഇതേപോലെ മടക്കിയിട്ടാണ് നമ്മൾ ബോട്ടത്തിൻ്റെ നമ്മൾ വെട്ടിയെടുക്കാൻ പോകണം. ഫസ്റ്റ് നമുക്ക് ഇത് ടോപ്പ് വെട്ടിയെടുക്കാം, അതായത് ജാക്കറ്റ് വെട്ടിയെടുക്കാം. നമ്മുടെ പാകത്തിലുള്ളൊരു ടോപ്പ് എടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഒരു 5 to 8 ഇഞ്ച് വരെ കൂടുതൽ നമുക്ക് എക്സ്ട്രാ എടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ടോപ്പ് വെച്ചിട്ട് അതിൻ്റെ നെക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യാം. യൂഷ്വലി നമ്മൾ വളരെ കുറവേ നെക്ക് വയ്ക്കുള്ളൂ. ജാക്കറ്റ് ആകുമ്പോൾ കഷ്ടി പറഞ്ഞാൽ ഒരു 1.5 ഇഞ്ചേ നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത്ര തന്നെ നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷോൾഡർ കുറച്ച് അധികം എടുക്കുക. സാധാരണ നമ്മൾ 2 ഇഞ്ച് എടുക്കണമെന്ന് വെച്ചാൽ ഒരു 2.5 ഇഞ്ച് എടുക്കുക. നമ്മുടെ സൽവാർ ഏതാ ടോപ്പ് വയ്ക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മാർക്ക് ചെയ്യാവുന്നതാണ്. എന്നിട്ട് കൈക്കുഴി അതേപോലെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ ടോപ്പ് വെച്ചിരിക്കുന്നത് നോക്കി അതേപോലെ നമ്മളിങ്ങനെ വരച്ച് എടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. ആദ്യം കൈക്കുഴിയാണ് നമ്മൾ വെട്ടണത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് സൈഡ് എത്രയാണോ വേണ്ടത്, ജാക്കറ്റിൻ്റെ വീതി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ സൈഡ് വെട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നമ്മൾ മടങ്ങിയിരിക്കുന്ന ഭാഗവും നമ്മൾ വെട്ടി മാറ്റിയിട്ടുണ്ട് കേട്ടോ. നെക്ക് വെട്ടുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ കഴിഞ്ഞ ദിവസം ബാക്കും ഫ്രണ്ട് ഒരുമിച്ചിട്ട് വെട്ടി. ഇത് നമ്മൾ ഫസ്റ്റ് ബാക്ക് കുറച്ച് കയറ്റി വെട്ടുകയാണ്. ബാക്കിൻ്റെ നെക്ക് കുറച്ചുകൂടി കയറിയല്ലേ നിൽക്കുക. അപ്പോൾ അത് വെട്ടിയതിന് ശേഷം ബാക്ക് ഭാഗം മാറ്റുക ആ ഫാബ്രിക്. എന്നിട്ട് ഫ്രണ്ടിലത്തെ ആ നെക്ക് മാത്രമാണ് കേട്ടോ വെട്ടിയെടുക്കണം. അതിൽ 2 തുണി കൂടി ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഇന്നലത്തെ പോലെ വെട്ടിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുഴപ്പം. അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ടും ബാക്കും വെവ്വേറെ വെട്ടുക കേട്ടോ. നെക്ക് അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. എനിക്കങ്ങനെ ഞാൻ തുന്നൽ പഠിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇത് മൊത്തത്തിൽ ഒരു ഉടായ്പ തുന്നൽ. അപ്പോൾ അധികം തുന്നലൊന്നും അറിയാത്തവർക്ക് ഇത് ബെസ്റ്റ് വഴിയാണ്. ഞാൻ തന്നെ എന്തൊക്കെയോ ചെയ്ത് കണ്ടുപിടിക്കണം. ഞാൻ പിന്നെ ഓരോ റെഫറൻസസും ഒക്കെ എടുത്ത് അങ്ങനെ ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എളുപ്പമാണെന്നാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഗെയിൻ 4ആയിട്ട് മടക്കുക. കുറച്ച് മാത്രം ഫാബ്രിക്, ഇപ്പോൾ 4 മീറ്റർ ഫാബ്രിക് എടുക്കണമെന്ന് വെച്ചാൽ അതിൽ നമ്മൾ കുറച്ച് ഭാഗം ഞാനിങ്ങനെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചാൽ സ്ലീവ്സിന് വേണ്ടിയിട്ടാണ്, ജാക്കറ്റിൻ്റെ സ്ലീവ്സിന് വേണ്ടിയിട്ട്. ബാക്കി നമ്മൾ ഇങ്ങനെ 4ആയിട്ട് മടക്കുകയാണ് ചെയ്യണത്. നമ്മൾ പലാസോ പാൻസ് ആണ് കേട്ടോ തുന്നണത്. അപ്പം താഴത്തെ ഭാഗത്ത് നല്ല വീതി വേണം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് താഴത്തെ ഭാഗത്ത് എത്ര വീതി വേണമെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് മടക്കി എടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ കയ്യിൽ ഏത് പാൻസ് വേണമെങ്കിലും എടുക്കാം. ഏത് സ്ട്രീറ്റ് പാൻസോ സീക്രട്ട് പാൻസോ ഈവൻ പലാസോ പാൻസോ നമ്മുടെ കയ്യിലുള്ളത് എടുക്കാം. എന്നിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടിക്കിടക്കണം, അതായത് മടക്കിൻ്റെ കൂടെ വരണ ഭാഗമില്ലേ, അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞു മനസ്സിലാക്കുക. മടക്ക് കറക്റ്റായിട്ട് വരണ ഭാഗം ഉണ്ടല്ലോ, അവിടെ നമ്മൾ കാലിൻ്റെ ഭാഗം വയ്ക്കുക. എന്നിട്ട് മടക്കില്ലാത്ത ഭാഗം, അതായത് ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഭാഗത്ത് നമ്മൾ ക്രോച്ച് ഏരിയ ഉണ്ടല്ലോ അവിടെ അതുവരെ, ഈ ക്രോച്ച് ഇങ്ങനെ വരണ ഭാഗം ഉണ്ടല്ലോ, മനസ്സിലാവുണ്ടോ? അത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കറക്റ്റ് അളവിനനുസരിച്ച് എവിടെയാണെന്ന് വെച്ചാൽ മാർക്ക് ചെയ്ത് വെട്ടുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് വീഡിയോ നോക്കിയാൽ മതി എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ ഞാൻ ഇനി ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതേ കണ്ടോ, ഇതേപോലെ ഉണ്ടാവും. ഇൻ കേസ് നമ്മൾ തിരിച്ചു വെച്ചാൽ വെട്ടണേന്ന് വെച്ച് കഴിഞ്ഞാൽ കാല് ഫുള്ള് അലങ്കോലായി പോട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് ഇത് കൂട്ടി വെക്കുമ്പോൾ ഇതേപോലെ ഉണ്ടാവും. എന്നിട്ട് നമുക്ക് എലാസ്റ്റിക് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് പാൻസ് ആയിട്ട് നമുക്ക് കിട്ടണതാണ് കേട്ടോ. പിന്നെ മുകളിലത്തെ ഭാഗത്ത് എത്ര എലാസ്റ്റിക് വെക്കണമെന്നുള്ളതിനനുസരിച്ചിട്ടാണ് നമ്മൾ വീതി വിട്ടിട്ടുള്ളത്. ബാക്കിയുള്ള കഷ്ണം തുണി ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് നമ്മൾ സ്ലീവ്സ് വെട്ടണത്. അതിനെ കറക്റ്റായിട്ട് പകുതിക്ക് മടക്കുക. എന്നിട്ട് നമുക്ക് എത്ര നീളം കിട്ടുന്നോ അത്രയും നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ കറക്റ്റ് ഞാൻ ആ തുണീനെ പകുതിക്ക് വെച്ച് മടക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കൈക്കുഴി വെട്ടണ്ടേ. അപ്പോൾ നമ്മൾ ഓൾറെഡി വെട്ടി വെച്ചിരിക്കുന്ന ഇതുണ്ടല്ലോ, ടോപ്പിൻ്റെ സ്ലീവ് ഭാഗം ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മീതയ്ക്ക് വെക്കുക. എന്നിട്ട് ഇതേപോലെ വെച്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുക കേട്ടോ. ഇതിപ്പോൾ കംപ്ലീറ്റ്ലി പ്രിൻറ്റഡ് ആയിട്ടുള്ള തുണി ആയതുകൊണ്ട് ഇത്തിരി കക്കിരി പിക്കിരിയായിട്ട് തോന്നുന്നു, പക്ഷെ ഇട്ട് വരുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. എന്നിട്ട് നമ്മൾ വെട്ടുക കേട്ടോ. എന്നിട്ട് ഈ സ്ലീവ്സിൻ്റെ കറക്റ്റ് നടുവശം എവിടെയാണ് വരുന്നത് വെച്ചാൽ അവിടെ ഒരു ചെറിയ കട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എളുപ്പമുണ്ടാവും. പിന്നെ അതാ സൈഡും വെട്ടിയിട്ടുണ്ട്. പിന്നെ ഈ അടിഭാഗം മടങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു, അത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ സ്ലീവ്സും റെഡിയാണ്. അപ്പോൾ ജാക്കറ്റിനുള്ള ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും അതേപോലെ സ്ലീവ്സും റെഡിയാണ് കേട്ടോ.
അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുക, ഫ്രണ്ടും ബാക്കും ഇതേപോലെ വെക്കും, എന്നിട്ട് സ്ലീവ്സ് അറ്റാച്ച് ചെയ്യും. പിന്നെ നടുവിലൊരു കട്ട് കൊടുക്കണം, അത് നമുക്ക് പതിയെ പിന്നീട് ചെയ്യാം കേട്ടോ, നമുക്ക് ഇട്ട് നോക്കിയിട്ടാവാം. പിന്നെ നമ്മൾ പാൻസിൻ്റെ എലാസ്റ്റിക് മാർക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല, അത് നമ്മൾ വേണ്ട അളവിനെടുത്ത് വെട്ടി ഇതേപോലെ നമ്മൾ എലാസ്റ്റിക് വെക്കും കേട്ടോ. അപ്പോൾ ഈ എലാസ്റ്റിക് മടക്കി അടിക്കാനുള്ള എക്സ്ട്രാ തുണി നമ്മൾ വിട്ടിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ വെട്ടൽ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് തുന്നാനായിട്ട് പോവാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പലാസോ പാൻസ് തുന്നാം. അപ്പോൾ ഈ ക്രോച്ച് ഏരിയ ഉണ്ടല്ലോ, ഇതേപോലെ നമ്മൾ വെച്ചിട്ടില്ലേ, ഇത് 2 ഭാഗം കൂടി ഒരുമിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ്. കണ്ടോ, ഈ 2 ഭാഗം കൂടി ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യും, എന്നിട്ട് ഫ്രണ്ടിലത്തെ 2 ഭാഗം കൂടി ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ തന്നെ നമുക്ക് പാൻസ് ഏകദേശമായി. പിന്നെ വലിയ പണിയൊന്നുമില്ല, എലാസ്റ്റിക് വയ്ക്കുക, സൈഡ് അടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്രോച്ച് ഏരിയ ആണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് അടിക്കണേ. ഈ ഒരറ്റം മുതൽ താഴെ വരെ ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അവിടെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കറക്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് മറ്റേ അറ്റം വരെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതേപോലെ ഓപ്പൺ ചെയ്യുമ്പോൾ കാണാം ഇതേപോലെ ഉണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയത് ഇത് നല്ല ഓവറാണല്ലോ, ഞാൻ ഇട്ട് വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെ കുഴപ്പം തോന്നിയില്ല, പ്രശ്നമില്ല എന്ന് തോന്നുന്നു. അപ്പോൾ മടക്കണം നമുക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് എക്സ്ട്രാ മടക്കാം, കാരണം ക്രോച്ചിൻ്റെ ഏരിയ കുറച്ച് അധികം ഉണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ അതെനിക്ക് ഇത്തിരി അബദ്ധമായിരുന്നു കേട്ടോ. അതൊന്ന് നോക്കണേ, എത്ര മടക്കണം, ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് എത്ര മടക്കണം എന്ന് കറക്റ്റ് നോക്കണം. കാരണം ഒരുപാട് മടക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇങ്ങനെ തടയും. അതിപ്പോൾ ഇന്ന് എനിക്കുണ്ടായിട്ടുണ്ട്. അത് എൻ്റെ തെറ്റ് പറയുമ്പോഴാണല്ലോ നമുക്കത് കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ പറ്റും. സാരില്ല, ആദ്യമൊക്കെ തുന്നുമ്പോൾ ഇത്തിരി തെറ്റുണ്ടാവും, എത്ര തുന്നിയാലും ചെറുതായിട്ടൊക്കെ തെറ്റ് വരാം, അതൊന്നും സാരില്ല കേട്ടോ. പിന്നെ പാൻസിൻ്റെ അടിഭാഗം നമ്മൾ കുറച്ചധികം മടക്കി അടിച്ചിട്ടുണ്ട്, കാരണം എനിക്ക് നീളം കുറച്ച് കൂടുതലായിട്ട് തോന്നി. അപ്പോൾ ഹീൽസ് ഇട്ടില്ലെങ്കിൽ എനിക്ക് താഴെ തടയരുത് എന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചധികം മടക്കി അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ 2 സൈഡ് ഉണ്ടല്ലോ ഇതേപോലെ അടിക്കുക. അപ്പോൾ പാൻസിൻ്റെ ഭാഗം സെറ്റായിട്ടുണ്ടാവും. ഇത് കണ്ടോ, ഈ ഭാഗം വരുമ്പോൾ ഉണ്ടല്ലോ 2 കാലിൻ്റെ ഇടയ്ക്ക് വരുന്ന ആ ഭാഗമില്ലേ, അവിടെ വരുമ്പോൾ കുറച്ചും കൂടി സ്റ്റിച്ച് 2 സ്റ്റിച്ച് എക്സ്ട്രാ കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നിൽക്കും. അപ്പോൾ ഇടുമ്പോഴും പെട്ടെന്ന് മൂടി കയറി പോകാമെന്ന് പറയില്ല, അങ്ങനത്തെ പരിപാടി ഉണ്ടാവില്ല. അത് മാത്രം നോക്കിയാൽ മതി. പിന്നെ എലാസ്റ്റിക് നമുക്ക് എത്രയാണ് എലാസ്റ്റിക്കിൻ്റെ മെഷർമെൻറ്റ് നോക്കുക, എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ മടക്കി അടിക്കുക. ഞാൻ മടക്കി അടിച്ചപ്പോൾ കുറച്ച് എക്സ്ട്രാ എടുത്ത് മടക്കി അടിച്ചു, അത്രയും മടക്കി അടിക്കേണ്ടായിരുന്നു. അങ്ങനെ കറക്റ്റ് അളവിന് മടക്കി അടിച്ചിരുന്നതിൻ്റെ ക്രോച്ചിൻ്റെ ഏരിയ കറക്റ്റായിട്ട് കിട്ടിയാണ്. അത് കുഴപ്പമില്ല കേട്ടോ. എലാസ്റ്റിക്കിൻ്റെ ഇതിനനുസരിച്ച് നമ്മൾ മടക്കി അടിക്കുമ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു അറ്റത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് നമ്മൾ മറ്റേ അറ്റത്ത് എത്തുമ്പോൾ കുറച്ചൊരു ഗ്യാപ്പ് കൊടുക്കണം, ഒരു ലേശം മാത്രം ഗ്യാപ്പ് കൊടുക്കുക. എന്നാലേ നമുക്ക് ഇലാസ്റ്റിക് അതിൻ്റെ ഉള്ളിൽ കൂടി ഇട്ടിട്ട് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഗ്യാപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് ഇലാസ്റ്റിക് എടുക്കുക. നമ്മൾ ഓൾറെഡി മുറിച്ച് വെച്ചിരിക്കുന്ന ഇലാസ്റ്റിക് അതിലേക്ക് സൂചി ഇട്ടിട്ട് ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് ഇതേപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, നമ്മൾ അണ്ടർ സ്കേർട്ടിൻ്റെയൊക്കെ ചെയ്യണ പോലെ അതേപോലെ നമ്മൾ ഇട്ടിട്ട് പുറത്തേക്ക് കൊണ്ടുവരാം കേട്ടോ. എന്നിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമുക്കതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റാണോ എന്ന് വേണമെങ്കിൽ ഇട്ടൊക്കെ നോക്കാവുന്ന, ഒരു സൂചി ഇട്ടിട്ടൊന്ന് ഇട്ട് നോക്കാവുന്നതാണ്. അതല്ല നമുക്ക് കറക്റ്റാണെന്ന് ഉറപ്പാണെങ്കിൽ നമുക്ക് ആ 2 ഇലാസ്റ്റിക്കും കൂടി ഒരുമിച്ച് നല്ലോണം ഒരു ബാക്കും ഫ്രണ്ടിലേക്കും ആക്കിയിട്ട് നന്നായിട്ട് കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇലാസ്റ്റിക് ഉള്ളിലേക്ക് കറക്റ്റ് ആക്കിയതിന് ശേഷം ആ ഗ്യാപ്പ് വന്നിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് അതിനെ മൂടുക. അത്രയേ ഉള്ളൂ കേട്ടോ. ക്ലോസ് ചെയ്യണേക്കാട്ടും മുന്നേ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം കേട്ടോ. ഇട്ട് നോക്കിയിട്ട് ഇൻ കേസ് ലൂസാണെങ്കിൽ ഒന്ന് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനത് ഒന്ന് ഇട്ട് നോക്കുന്നുണ്ട്. ഞാൻ തുന്നുമ്പോൾ എപ്പോഴും 1-2 തവണയെങ്കിലും ഇട്ട് നോക്കും കേട്ടോ, കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കാനായിട്ട്. ഇപ്പോൾ അടിപൊളിയായിട്ടുണ്ട്, കറക്റ്റായി വന്നിട്ടുണ്ട്. ക്രോച്ച് ഏരിയയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അത് ഒന്നും കൂടി എക്സ്ട്രാ എടുക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി ഇട്ട് നോക്കിയപ്പോൾ. കാണാൻ അങ്ങനെ ഭംഗിയില്ല, പക്ഷേ ഇടുന്ന ഒരു കംഫർട്ടിൽ വേണമെങ്കിൽ ഒന്നും കൂടി അത് എക്സ്ട്രാ എടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു തോന്നി. പിന്നെ നെക്കിൻ്റെ കാര്യം നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്, അതൊരു പീസ് വെച്ചിട്ട് നമുക്ക് മറിച്ചടിക്കാം. അതല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ചെറിയ കട്ട്സ് കൊടുത്തിട്ട് അതൊരു എളുപ്പപ്പണിയാണ്, പക്ഷെ അതത്ര നല്ലതല്ല. ജസ്റ്റ് ഒന്ന് മടക്കി അടിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ. ജാക്കറ്റ് ആയതുകൊണ്ട്, ബാക്ക് പോർഷൻ ആയതുകൊണ്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നല്ല വശവും കൂടി ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ നെക്കൊരു നെക്ക് പോലെയല്ലേ കൊടുത്തിട്ടുള്ളത്, അത് ഫുള്ളായിട്ട് അടിച്ചിട്ട് നമ്മൾ ആ ഫാബ്രിക് ഉണ്ടല്ലോ ഉള്ളിലത്തെ എക്സ്ട്രാ ഫാബ്രിക് അത് കട്ട് ചെയ്യാണ് പിൻസ് എടുത്ത് മാറ്റിയതിന് ശേഷം കേട്ടോ. അപ്പോൾ ഈ ഫാബ്രിക് എടുത്ത് മാറ്റിയതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ മറിച്ചെടുത്തിട്ട് അവിടെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ കട്ട്സ് കൊടുക്കുക. നമ്മൾ തിരിച്ചെടുക്കുമ്പോൾ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ ഒരു തുണി ഉണ്ടല്ലോ, എക്സ്ട്രാ തുണി, അതും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ് കേട്ടോ. അപ്പോൾ 1 ഇഞ്ച് മാത്രം മതിയാവും, അല്ലെങ്കിൽ 1/2 ഇഞ്ച് ആണെങ്കിലും മതി. നമ്മൾ എന്നിട്ട് ഇതേപോലെ മടക്കി ഉള്ളിലേക്ക് ആക്കിയിട്ട്
നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും. ജാക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്യണമെന്നില്ല. ഏറ്റവും എളുപ്പപ്പണി ബിഗിനേഴ്സിന് നല്ല മടിയൊക്കെ ആണെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കട്ട്സ് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അങ്ങനെയാണെങ്കിൽ ഒറ്റൊരു മടക്ക് മാത്രം മടക്കിയിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെയാകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നൂല് ചിലപ്പോൾ ചെറുതായിട്ട് പുറത്ത് വന്ന് നിൽക്കാൻ ചാൻസ് ഉണ്ട്. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഭയങ്കര എളുപ്പമാണ് കേട്ടോ അങ്ങനെ ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഞാൻ കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ 2 നെക്കും നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇനിയിപ്പോൾ എന്താ വേണ്ടത്? ഇനി നമുക്ക് 2 ഷോൾഡേഴ്സും ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ കുർത്തിയൊക്കെ സ്റ്റിച്ച് ചെയ്യില്ല, അതുപോലെ തന്നെ ജാക്കറ്റ് ആകുമ്പോൾ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നടുവിൽ നമ്മൾ കട്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് കേട്ടോ. അപ്പോൾ 2 ഷോൾഡേഴ്സും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാം കേട്ടോ. സ്ലീവ്സ് പലതരത്തിലും അറ്റാച്ച് ചെയ്യാം. എനിക്ക് പേഴ്സണലി ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടും അതും എളുപ്പമായിട്ട് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോൾഡറിൻ്റെ ഭാഗവും അതേപോലെ തന്നെ സ്ലീവ്സിൻ്റെ നടു പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടില്ലേ, അവിടെ നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് കൊടുത്ത് ഏറ്റവും അറ്റത്തെത്തുമല്ലോ, അറ്റത്തെത്തുമ്പോൾ അതിനെ തിരിച്ച് ഇതേപോലെ തിരിച്ച് കൊണ്ടുവന്ന് മിഡിലെത്തുമ്പോൾ ഇത് കണ്ടോ, ഇതിപ്പോൾ മിഡിലെത്തി തിരിച്ചു കൊണ്ടുവന്നിട്ട് എന്നിട്ട് ഇതേപോലെ മറ്റേ അറ്റം വരെ കൊണ്ടുവരിക കേട്ടോ. മറ്റേ അറ്റത്തെത്തി എന്താ വേണ്ടത്? എഗെയിൻ കുത്തി നിർത്തുക, എന്നിട്ട് തിരിക്കുക, തിരിച്ചിട്ട് എഗെയിൻ കൊണ്ടുവന്ന് നമ്മൾ മിഡിൽ നിർത്തുക എന്നുള്ളതാണ്. അങ്ങനെയാകുമ്പോൾ ഒറ്റയടിക്ക് 2 സ്റ്റിച്ചും ആവും, നല്ല പെർഫെക്റ്റ് ആവും. സ്ലീവ്സും മറ്റ് നമ്മുടെ കൈയുടെ ഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവില്ല, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മുടെ സ്ലീവ്സും റെഡിയാണ് കേട്ടോ. ഏകദേശം ഫുൾ സ്ലീവ്സ് ഉണ്ട്. എന്തായാലും നമുക്ക് താഴത്തെ ഭാഗം മടക്കി അടിക്കാം കേട്ടോ. ചെറുതായിട്ട് മാത്രമേ മടക്കി അടിക്കുള്ളൂ, കാരണം അത്രയും ഫാബ്രിക് എക്സ്ട്രാ ഇരുന്നോട്ടെ എന്നുള്ള രീതിയിൽ. ഇപ്പോൾ നമ്മൾ 4 മീറ്റർ ഫാബ്രിക്കിൽ നല്ല പിശുക്കിയല്ലേ ചെയ്തിട്ടില്ലേ, അപ്പോൾ അതുകൊണ്ടാണ് സ്ലീവ്സിൻ്റെ ലെങ്ത്ത് ഇതേപോലെ കുറഞ്ഞു പോയത്. അതെല്ലാം നമുക്ക് എക്സ്ട്രാ ഫാബ്രിക് വേണമായിരുന്നെങ്കിൽ നമുക്കതെടുത്തിട്ട് എന്നുവെച്ചാൽ സ്ലീവ്സ് എക്സ്ട്രാ വേണമായിരുന്നെങ്കിൽ എക്സ്ട്രാ ഫാബ്രിക് എടുത്ത് തുന്നാവുന്നേ ഉള്ളൂ കേട്ടോ. 4 മീറ്ററിൽ ഇതേപോലെ ആർക്ക് വേണമെങ്കിലും തുന്നിയെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. കുറച്ച് ഏറ്റക്കുറച്ചിലുണ്ടാവും, അതായത് വണ്ണം കൂടിയ ഒരാൾക്കാണെങ്കിൽ പ്ലാസോ കൊണ്ട് വിത്ത് കുറച്ച് കുറയും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നിട്ട് ഇതേപോലെ തന്നെ നമ്മൾ മറ്റേ സ്ലീവ്സും അടിച്ചെടുക്കുകയാണ്. ഇത് എളുപ്പമല്ല ചെയ്യാനായിട്ട്. അപ്പോൾ സ്ലീവ്സിൻ്റെ കഴിഞ്ഞു. സ്ലീവ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പം നമുക്ക് എന്താ വേണ്ടേ? ഈ അറ്റത്ത് സ്ലീവ്സിൻ്റെ അറ്റത്തെ ഭാഗത്തും ഇതേപോലെ തന്നെ അടിച്ചു കൊടുക്കുക. 2 സ്ലീവ്സും അങ്ങനെ നമ്മുടെ കഴിഞ്ഞു കേട്ടോ, ഫിനിഷ് ഓഫ് ആയി. ഇനി നമുക്ക് ഇതൊന്ന് വിരിച്ചിട്ടിട്ട് നമുക്ക് നോക്കാം എന്താ വേണ്ടതെന്നുള്ളത്. നമുക്ക് ഫ്രണ്ടിലത്തെ പോർഷൻ ഒന്ന് നമുക്ക് മിഡിലിൽ കട്ട് ചെയ്യണ്ടേ. അപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ മിഡിലാക്കി ഇങ്ങനെ പിടിക്കുക കേട്ടോ. ഏത് ഫ്രണ്ടിലത്തെ പോർഷൻ മാത്രം, ബാക്കിലത്തെ പോർഷൻ അങ്ങനെ മാറ്റിയിടുക, അത് തൊടണ്ട കേട്ടോ. എന്നിട്ട് മിഡിലിൽ 1 ഇഞ്ച് വീതിക്ക് മാറ്റി ഞാൻ വെട്ടുകയാണ്. കാരണം ഫ്രണ്ടിൽ നമുക്ക് ജാക്കറ്റായിട്ട് ഇടുമ്പോൾ ഫ്രണ്ടിലത്തെ ഉടുപ്പ് നേരെ കാണണ്ടേ, അപ്പോൾ അതുകൊണ്ട് കുറച്ചിങ്ങനെ വിരിഞ്ഞ് നിൽക്കണം. അതിനായിട്ടാണ് നമ്മൾ 1 ഇഞ്ച് വീതി വിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്തത് കേട്ടോ. എന്നിട്ട് എന്താ, നമുക്ക് സൈഡ് അടിക്കാവുന്നതാണ്. അതിനെക്കാട്ടും മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കി, വക്കീലിൻ്റെ കൂട്ട് പോലെ ഉണ്ടായിരുന്നു. എന്തായാലും അത് ഇങ്ങനെ നമ്മൾ സൈഡിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നത്, ജസ്റ്റ് ഒന്ന് സാധാരണ പോലെ സ്റ്റിച്ച് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് ഇട്ട് നോക്കിയതിന് ശേഷം എക്സ്ട്രാ ഫാബ്രിക് വെട്ടിക്കളഞ്ഞാൽ മതി കേട്ടോ. ഇൻ കേസ് നമുക്ക് കുറച്ചുകൂടി എന്താണ് വീതിക്ക് വേണമെന്ന് വെച്ചാൽ അപ്പോൾ അതിനനുസരിച്ച് അടിക്കാവുന്നതാണല്ലോ. അപ്പോൾ 2 ഭാഗത്തും ഇതേപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. 2 സൈഡ് അടിക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഇട്ട് നോക്കാം. എനിക്ക് രസമായിട്ട് തോന്നി, പക്ഷെ എന്നാലും പോരാ, ഫ്രണ്ട് പോർഷനൊന്നും അത്ര വിടർന്ന് നിൽക്കണില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ ഫസ്റ്റ് സൈഡിൽ എക്സ്ട്രാ ഫാബ്രിക്സ് എല്ലാം കട്ട് ചെയ്ത് മാറ്റുക. സൈഡിലത്തെ എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല, ഒന്ന് ടൈറ്റ് ആക്കുകയാണ് വേണ്ടത്. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ 2 ഭാഗവും ഇതേപോലെ കൂട്ടി പിടിക്കുക ഫ്രണ്ട് പോർഷൻ. എന്നിട്ട് ഞാൻ കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് അതിന് പകുതിയാക്കി മടക്കി പിടിക്കുന്നുണ്ട്. എന്നിട്ട് എഗെയിൻ 1 ഇഞ്ച് എടുക്കുകയാണ്. അപ്പോൾ 2 വശത്തുനിന്നും 1 ഇഞ്ചും, അതായത് ടോട്ടൽ 2 ഇഞ്ചസ് നമ്മൾ ഇതേപോലെ വെട്ടിക്കളയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ മടക്കി അടിക്കാൻ കൂടെ ചെയ്യുമ്പോൾ എക്സ്ട്രാ ഫാബ്രിക് ഉള്ളിലേക്ക് പൊക്കോളും. എന്നിട്ട് നമുക്ക് ഇതിന് ഇതേപോലെ 2 മടക്ക് കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. മടക്കിൻ്റെ വീതി അധികം വീതിക്ക് കൊടുക്കാണ്ടിരിക്കുക നല്ലത്, കാരണം ഇത് ഭയങ്കരമായിട്ട് എടുത്ത് കാണിക്കുമല്ലോ. അതുകൊണ്ട് ഇതേപോലെ നമുക്ക് ഒരു മീഡിയം സാധാരണ വലുപ്പത്തിൽ ഇതേപോലെ മടക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. കുറേ കൂടി വീതിക്ക് ജാക്കറ്റ് കിടക്കണമായിരുന്നെങ്കിൽ നമുക്ക് കുറേ കൂടി വെട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ പിന്നെയും ലൂസാണ്. അപ്പോൾ ഒരു സ്റ്റിച്ചും കൂടി നമുക്ക് സൈഡിൽ കൊടുക്കാം. അത് കൊടുക്കാൻ എനിക്ക് തോന്നുന്നു പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇട്ട് നോക്കും കേട്ടോ.
നമ്മൾ തന്നെ തുന്നണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. പലാസോ പാൻസും അതേപോലെ തന്നെ ജാക്കറ്റും. അപ്പോൾ നമ്മളിത് പെയർ ചെയ്തിരിക്കുന്നത് ഒരു ക്രോപ്പ് ടോപ്പിൻ്റെ ഒപ്പമാണ്. നമുക്ക് ആമസോണിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടില്ല. ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക് എല്ലാത്തിലും കിട്ടില്ല കേട്ടോ. ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടണതാണ്, മീഷോന്നൊക്കെ കിട്ടണതാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പമാണ് നമ്മൾ പെയർ ചെയ്തിട്ടുള്ള. വൈറ്റിനൊപ്പം വേണമെങ്കിൽ വൈറ്റിനൊപ്പം പെയർ ചെയ്യാവുന്നതാണ്. മോഡസ്റ്റ് വെയർ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഈ ജാക്കറ്റിൻ്റെ നടുവിലൊരു പിൻ കൊടുത്തു കഴിഞ്ഞാൽ, പിൻ വെച്ചാൽ അതല്ലെങ്കിൽ ഹുക്ക് കൊടുക്കണമെങ്കിൽ ഹുക്ക് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. ഭയങ്കര കാഷ്വൽ വെയറാണ് കേട്ടോ അത്. നമുക്ക് ജസ്റ്റ് പുറത്തേക്കൊക്കെ പോകുമ്പോൾ കാഷ്വലിയിട്ട് എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ വേണ്ടി പോകുമ്പോഴൊക്കെ ചെയ്യാവുന്ന ഒരു ലുക്കാണ്. പെട്ടെന്ന് തുന്നിയെടുക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് അഭിപ്രായം എന്തെങ്കിലും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലവ് യു ഓൾ സോ മച്ച്. ബൈ.